ഇവിടെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ചോലെ ഭട്ടൂരയാണ്. പനീർ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഭട്ടൂരയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് 2 കപ്പ് വെള്ളക്കടല 4 മണിക്കൂർ കുതിർക്കാനിടണം. ഈ കുതിർത്ത കടല ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ ഉപ്പും മഞ്ഞളും ഇടുക. പിന്നെ ഒരു ചെറിയ പീസ് തുണിയിൽ 4-1 ടീസ്പൂൺ തേയില കിഴികെട്ടിയിടുക. ഇത് കളറിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുക്കർ അടയ്ക്കാം. 4 സീറ്റ് വന്നു കഴിഞ്ഞ് 5 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കണം. ഭട്ടൂരയ്ക്ക് വേണ്ടിയുള്ള ഡോ തയ്യാറാക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദ, 1/4 കപ്പ് റവ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് തൈര്, 3 ടേബിൾ സ്പൂൺ എണ്ണ. ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് നന്നായി കുഴച്ചെടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് മാറ്റി വെക്കാം. അടുത്തായി ചന ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിൽ 4 മീഡിയം സൈസ് ഉള്ളി, 4 പച്ചമുളകും ചെറുതായി അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർക്കാം. ഇനി ഇതിൽ ഉണക്കത്തേങ്ങയുടെ 2-3 പീസ് ചേർത്തൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഒരു ഐസ് ക്യൂബ് കൂടി ഇടണം. അത് ലംസ് ഒന്നും ഇല്ലാതെ ശരിക്കും അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് ജീരകം, ഒരു ബേ ലീവ്സ്, ഒരു കറുകപ്പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക എന്നിവ ചേർക്കുക. ഇനി ഇതിൽ അരച്ചു വെച്ച പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലവണ്ണം മൂക്കണം. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിൽ ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ 1.5 തൊട്ട് 2 ടീസ്പൂൺ വരെ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ജീരകപ്പൊടി ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കാം. മസാലയെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഇതിൽ 4 ടൊമാറ്റോ അരച്ച പേസ്റ്റ് ചേർക്കണം. മസാലയൊന്നും കരിഞ്ഞു പോകാതെ ശരിക്കും ഇളക്കിയെടുക്കണം. ടൊമാറ്റോ വെന്ത് കഴിയുമ്പോൾ 1 സ്പൂൺ കസ്തൂരി മേത്തി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഞാൻ കുറച്ച് പനീർ കൂടെ ചേർക്കുന്നുണ്ട്. പനീർ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ കടല ചേർക്കാം. ഇതിനകത്തിട്ട തേയില എടുത്ത് മാറ്റാം. വെന്ത കടല മസാലയിലിട്ടൊന്ന് ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം. കടലയും മസാലയും ഒന്ന് മിക്സ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ 1.5 ടീസ്പൂൺ ചന മസാല ഇടണം. കടല വേവിച്ച വെള്ളം കൂടി ചേർത്ത് കുറച്ച് സമയം കൂടി വേവിക്കാം. ഒരു സ്പൂൺ നെയ്യ് ചൂടാക്കി കുറച്ച് മുളക് പൊടിയും മല്ലിയിലയും ഇടുക. ഒരു കറിയിലേക്ക് ഒഴിക്കുക. ഇവിടെ ഞാൻ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. കറിക്ക് ഓൾറെഡി നല്ല കളറുണ്ട്.
കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഭട്ടൂരയ്ക്ക് വേണ്ടിയുള്ള സ്റ്റഫിങ് തയ്യാറാക്കാം. കുറച്ച് പനീർ ഗ്രേറ്റ് ചെയ്ത് മല്ലിയിലയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഭട്ടൂര ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മാവെടുത്ത് പനീർ സ്റ്റഫ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കാം. എണ്ണ ചേർത്ത് വേണം ഇത് പരത്താൻ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഭട്ടൂര നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്യുക. ഉള്ളിയും മല്ലിയിലയും നാരങ്ങയും ചേർത്ത് സെർവ് ചെയ്യാം.